ഏവർക്കും നമസ്കാരം. മിശിഹായിലേറെ സ്നേഹം നിറഞ്ഞവരെ, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം. ഇതാ സകല ജനത്തിനും ഉണ്ടാകുവാനുള്ള വലിയ സന്തോഷത്തിന്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായ ഒരു രക്ഷകൻ, കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു. ഏവർക്കും ഉണ്ണീയേശുവിന്റെ പിറവി തിരുനാളിന്റെ മംഗളാശംസകൾ ഏറെ സ്നേഹത്തോടെ ആശംസിക്കുന്നു. ക്രിസ്തുമസ് ദിനം സമാഗതമാവുകയാണ്. ഭൂമിയിൽ ദൈവം അവതരിച്ചതിന്റെ ഓർമ്മ കൊണ്ടാടുകയാണ്. ഇത് സകല ജനത്തിനും ഉണ്ടാകുവാനുള്ള വലിയ സന്തോഷത്തിന്റെ ദിനമാണ്. വചനമാംസമായി ഭൂമിയിൽ അവതരിച്ചു എന്നതാണ് ക്രിസ്തുവിന്റെ ജനനത്തെ കുറിച്ച് പറയുന്നത്. അന്ധകാരത്തിൽ കഴിഞ്ഞിരുന്നവർ വലിയ പ്രകാശം കണ്ടു എന്നതാണ് ക്രിസ്തുവിന്റെ ജനനത്തെ കുറിച്ചുള്ള പരാമർശം. എന്തുകൊണ്ടും ഈ വർഷത്തെ ക്രിസ്തുമസിന് വളരെയധികം പ്രസക്തിയുണ്ട്. ലോകത്തിൽ അസമാധാനം ഉണ്ടാകുന്നു, മഹാമാരികൾ ഉണ്ടാകുന്നു. സ്വാർത്ഥതയും അഹങ്കാരവും അഴിമതിയും അക്രമവും വിളയാടുന്ന ഇന്നത്തെ സമൂഹത്തിൽ ഓരോ ക്രൈസ്തവനും ഓരോ വിശ്വാസിയും തന്റെ രക്ഷയുടെ അടയാളമായി തന്റെ നെഞ്ചിന്റെ നെരിപ്പോടിൽ ചേർത്ത് വെച്ചിരിക്കുന്ന വിശുദ്ധ കുരിശിനെയും ആ ക്രൂശിതനെയും വരെ അവഹേളിക്കാൻ തയ്യാറാകുന്ന പൈശാചിക ശക്തികൾ നടമാടുന്ന ഇന്നത്തെ കാലത്ത് ക്രിസ്തുമസിന്റെ പ്രസക്തി വളരെ വലുതാണ്. തന്റെ ഏകജാതനെ നൽകാൻ തക്കവണ്ണം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ആ സ്നേഹത്തിലൂടെയാണ് ദൈവം ലോകത്തെ കീഴ്പ്പെടുത്തിയത്. ദൈവമാകുന്ന ആ സ്നേഹത്തിലൂടെയാണ് നാമും ലോകത്തെ കീഴ്പ്പെടുത്തേണ്ടത്. ദൈവസ്നേഹം നമ്മിൽ വന്ന് നിറയുമ്പോൾ നമുക്കുള്ളത് ഇല്ലാത്തവന് പങ്കുവെക്കുവാനുള്ള ഒരു മനോഭാവം നമ്മൾ രൂപപ്പെടുന്നു. ഇന്ന് ലോകത്തിന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് സമാധാനമാണ്. ക്രിസ്തുമസ് സന്ദേശം എന്ന് പറയുന്നത് ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം എന്നതാണ്. ദൈവ സാന്നിധ്യം നമ്മിൽ നിറയുമ്പോൾ സമാധാനവും സ്നേഹിക്കുവാനുള്ള കൃപയും നമുക്ക് ലഭിക്കുന്നു. ഈ വർഷത്തെ ക്രിസ്തുമസ് അതിന്റെ അർത്ഥതലങ്ങളിൽ ആഘോഷിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. മണ്ണിൽ അലയുന്ന മനുഷ്യനെ വിണ്ണിലേക്ക് ഉയർത്താൻ ദൈവം തന്നെ മണ്ണിലേക്ക് വന്ന ദിനമാണ് ക്രിസ്തുമസ്. ക്രിസ്തുമസ് എന്ന പദത്തിന്റെ അർത്ഥം ക്രിസ്തുവിന്റെ ബലി എന്നതാണ്. പാപാന്തകാരത്തിൽ നിന്ന് മാനവകുലത്തെ രക്ഷിക്കാൻ തന്റെ ജീവൻ ഹോമിക്കുക എന്നതായിരുന്നു ക്രിസ്തുവിന്റെ ജനനത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. കാലിത്തൊഴുത്താകുന്ന ഗുഹയിൽ തുടങ്ങുന്ന ക്രിസ്തുവിന്റെ ജനനം അവസാനിക്കുന്നത് ഒലിവുതോട്ടത്തിലെ പാറയിൽ വെട്ടിയുണ്ടാക്കിയ മറ്റൊരു ഗുഹയിലാണ്. പ്രശസ്ത വചന പ്രഘോഷകനായിരുന്ന ബിഷപ്പ് ഫുൾട്ടൻ ജെ ഷീൻ ഇപ്രകാരം പറയുന്നു: 1000 പുൽക്കൂടുകളിൽ ഉണ്ണി പിറന്നാലും നമ്മുടെ ഹൃദയങ്ങളിൽ ഉണ്ണി പിറക്കുന്നില്ലെങ്കിൽ ക്രിസ്തുമസ് വ്യർത്ഥമാണ്. പുൽക്കൂടുകൾ നിർമ്മിക്കുവാനും അതിൽ ഉണ്ണിയെ പ്രതിഷ്ഠിക്കുവാനും നാം ഉത്സാഹിക്കുന്നത് പോലെ നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളിൽ ഉണ്ണിയേശുവിന് ജനനം കൊടുക്കുവാൻ നാം പരിശ്രമിക്കണം. പൂർവ്വകാലങ്ങളിൽ ദൈവം നമ്മുടെ പിതാക്കന്മാരോട് സംസാരിച്ചിരുന്നത് പ്രവാചകന്മാർ വഴിയാണ്. എന്നാൽ ഇന്ന് നമ്മുടെ ദൈവം നമ്മോട് സംസാരിക്കുന്നത് തന്റെ പ്രിയ പുത്രൻ വഴിയാണ്. യോഹന്നാൻ 3:16 പറയുന്നു: എന്തുകൊണ്ടെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിനു വേണ്ടി തന്റെ ഏകജാതനെ നൽകാൻ തക്കവണ്ണം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ആ സ്നേഹം ആണ് പുൽക്കൂട്ടിൽ പിറന്ന ഉണ്ണിയേശു. മനുഷ്യനോടുള്ള അളവറ്റ സ്നേഹത്തെ പ്രതി മനുഷ്യനെ ദൈവികനാക്കാൻ ദൈവം ഈ മണ്ണിൽ മനുഷ്യനായി പിറന്നു. ദൈവം ഭൂമിയിൽ അവതരിച്ചത് സ്വയം എളിമപ്പെടുത്തിക്കൊണ്ടാണ്. ഉണ്ണിയേശു നമ്മയും ക്ഷണിക്കുക ഈ ഒരു എളിമപ്പെടുത്തലിന്റെ മനോഭാവത്തിലേക്കാണ്. എങ്കിൽ മാത്രമേ ഉണ്ണിയേശുവിന് ജനനം കൊടുക്കുവാനും ഉണ്ണിയേശുവിനെ കണ്ടെത്തുവാനും നമുക്ക് സാധിക്കുകയുള്ളൂ. അധ്വാനിച്ചുണ്ടാക്കിയ സ്വത്തും സമ്പാദ്യങ്ങളും ഒക്കെ പ്രളയം കൊണ്ടുപോയപ്പോൾ നാം ജാതിമത ഭേദമന്യേ ഒരുമിച്ചിറങ്ങി ഒരു നവകേരളത്തിന്റെ സൃഷ്ടിക്കായി. ഈ ക്രിസ്തുമസും നമുക്ക് ഒരുമിച്ച് വരവേൽക്കാം. കാരണം ഒരു പ്രളയത്തിന്റെ ആയുസേ നമ്മുടെ സമ്പാദ്യങ്ങൾക്കുള്ളൂ. ആ പ്രളയം തകർത്തത് നമ്മുടെ അഹങ്കാരത്തിന്റെയും സ്വാർത്ഥതയുടെയും മതിൽക്കെട്ടുകളെയാണ്. ക്രിസ്തുവിന്റെ സ്നേഹം പിൻപറ്റി എല്ലാവരിലും സമാധാനത്തിൽ വർത്തിച്ച് ജീവിക്കുവാൻ നമുക്കിടയാകട്ടെ. നമ്മൾ ആയിരിക്കുന്ന ഇടങ്ങളിലും നമ്മുടെ കുടുംബങ്ങളിലും വ്യക്തി ജീവിതങ്ങളിലും ദൈവം മനുഷ്യനായി പിറക്കട്ടെ. എല്ലാവർക്കും ഒരിക്കൽ കൂടി ക്രിസ്തുമസിന്റെ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. ഉണ്ണിയേശു എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.